നിങ്ങൾ പറയുന്ന ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പച്ചക്കള്ളം കൂടി ഞാൻ പറയാം. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റിവിടാനാണ് ആ ബസ്സിൻ്റെ അധികൃതർ ശ്രമിച്ചത്. പോലീസ് വന്നാരെങ്കിലും ഇറക്കി വിട്ടോ? ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ദുരനുഭവം ഉണ്ടായി. നിങ്ങൾ ഒരു കാര്യമെങ്കിലും നോക്കണ്ടേ? മേയർ ആദ്യമായിട്ടല്ലല്ലോ തിരുവനന്തപുരം നഗരത്തിൽ കാറ് സഞ്ചരിക്കുന്നത്. അവർ മേയറായിട്ട് ഇപ്പോൾ ഏതാണ്ട് കുറച്ചാളായല്ലോ. ഇതുവരെ ഒരിടത്തും ഇറങ്ങി ഏതെല്ലാം ബസ്സിൻ്റെ മുമ്പേ അവർ സ്വകാര്യ വാഹനത്തിലും അവരുടെ വാഹനത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. അവരുടെ അച്ഛനും ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് അവർ ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും തടഞ്ഞു നിർത്തുകയോ കാണിക്കുകയോ ചെയ്തൊരു സംഭവം അവർക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതുപോലൊരു അർദ്ധരാത്രി കുടുംബസമേതം പോകുമ്പോൾ ഒരു സ്ത്രീ, 2 സ്ത്രീകൾ ഇറങ്ങി ഇങ്ങനെ ചെയ്തെങ്കിൽ അതിന് മതിയായൊരു കാരണം വേണമെന്നുള്ളൊരു സാമാന്യ യുക്തിയില്ലെങ്കിൽ നമ്മൾ ആലോചിക്കണ്ടേ? ഈ ഡ്രൈവറെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ചുള്ള പൂർവ്വാരോപണങ്ങളുണ്ട്. ഇതിനേക്കാൾ തീക്ഷ്ണമായ കേസും അല്ലെങ്കിൽ ആരോപണങ്ങൾ നേരത്തെ വിധേയനായാണ്. മേയറെ സംബന്ധിച്ച് ഇതുപോലെ വണ്ടി തടഞ്ഞു, ഇതുപോലെ അധികാര ദുർവിനിയോഗം നടത്തി, വഴിയെ പോയ ഏതോ തൊഴിലാളികൾക്ക് നേരെ അധികാര പ്രയോഗം നടത്തിയെന്നൊരു ആരോപണം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരങ്ങനെ സ്ഥിരം അങ്ങനെ ഒരു പ്രകൃതക്കാരിയാണോ? അല്ല എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്താം, നമുക്ക് ഒരുമിച്ച് സാക്ഷ്യപ്പെടുത്താം. അങ്ങനെയെങ്കിൽ മറുഭാഗത്ത് ആരോപണ വിധേയനായ ആൾ നമ്മുടെ തന്നെ അറിയാം, നേരത്തെ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയനായ ഒരാൾ. അയാളെ വിശ്വാസത്തിലെടുക്കുന്നില്ല. അയാൾ ഈ ഏഷ്യാനെറ്റിലെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തക ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ ആശങ്കപ്പെടുത്തുന്ന കവറേജാണ് നിങ്ങൾ അയാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വാക്കല്ല, അവരുടെ വാക്കാണ്. ആശങ്കപ്പെടുന്ന കവറേജ്. അതെന്തുകൊണ്ട് കിട്ടുന്നു? എതിർഭാഗത്തൊരു CPM കാര്യമായതുകൊണ്ടാണ്. എവിടെ തീർക്കാൻ ഇതായി ഒരു അവസരം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും നേരം കല്ലെറിഞ്ഞല്ലോ. 18 നഗരങ്ങളെയാണ് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിന് വേണ്ടി രാജ്യത്ത് തിരഞ്ഞെടുത്തത്. 18 നഗരങ്ങളെ. സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആ 18-ൽ ഒരു നഗരത്തിന് മാത്രമേ അർഹതയുള്ളൂ. ആ നഗരത്തിൻ്റെ പേര് ആര്യ രാജേന്ദ്രൻ മേയറായ തിരുവനന്തപുരം നഗരസഭ എന്നാണ്. ആര്യതിനെയാണ് ഡൽഹിയിൽ പോയത് പ്രസൻറ്റ് ചെയ്തത്. സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇതിനകം കിട്ടിയിട്ടുള്ള അവാർഡുകളും പുരസ്കാരങ്ങളും അങ്ങ് മാറ്റി വെച്ചേക്ക്. നിങ്ങൾ പരിഗണനയ്ക്ക് എടുക്കണ്ട. നീതി ആയോഗ് നിങ്ങൾ ഈ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തിരുവനന്തപുരം നഗരസഭയ്ക്ക് എന്തെല്ലാം പുരസ്കാരമാണ് സുസ്ഥിര വികസനത്തിൻ്റെ എന്നാണ് എൻ്റെ ഓർമ്മ. നീതി ആയോഗിൻ്റെ അവസാനത്തെ പുരസ്കാരം തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് ലഭിച്ചത്. അപ്പോൾ നിങ്ങളൊരു വശത്ത് കല്ലെറിയുമ്പോൾ ആ കല്ലേറെല്ലാം കൊണ്ടോ പാവം പോയി ഒരിടത്ത് അങ്ങ് ഇരിക്കുകയല്ല. അവർക്കെതിരെ ഉന്നയിച്ച ഏതെങ്കിലും ആരോപണത്തിന് ഇതുവരെ ഏതെങ്കിലും ഒരു നിയമസാധുത വന്നിട്ടുണ്ടോ? അപ്പോൾ തുടർച്ചയായി വേറൊരു VK പ്രശാന്തിനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആദ്യമേയും കല്ലെറിയാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ തീരെ ശേഷിയില്ലാത്ത കുഞ്ഞു കുട്ടികളാണ് ഞങ്ങൾ എന്നാരും കരുതിയേക്കരുതേ. അത്രയേ ഉള്ളൂ.